ഹലോ നമസ്കാരം. PSC ഫോർത്ത് സെറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കേരളത്തിലെ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് നോക്കാം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നടന്നൊരു കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപത്തിനോട് ബന്ധപ്പെട്ടാണ് ആറ്റിങ്ങൽ കലാപവും നടന്നിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് അഞ്ചുതെങ്ങ് കലാപത്തിനെക്കുറിച്ച് നോക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് അഞ്ചുതെങ്ങ് കലാപം. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ കച്ചവടക്കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു. തൊഴിലാളികളും സാധാരണക്കാരുമായിരുന്നു ഈ സമരം നയിച്ചത്. അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് പണ്ടകശാല നിർമ്മിക്കാനുള്ള അനുമതി നൽകിയത് ആറ്റിങ്ങൽ റാണിയായ ഉമയമ്മ റാണിയായിരുന്നു. 1684 ജോൺ ബ്രാബർ ആണ് പണ്ടകശാല നിർമ്മിക്കാനുള്ള അനുമതി വാങ്ങിയത്. 1690 ഇവിടെ കോട്ട പണിയാനുള്ള അനുമതി വാങ്ങി. 1695 അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായി. 1697 നവംബറിലാണ് അഞ്ചുതെങ്ങ് കോട്ട ആക്രമിക്കപ്പെട്ടത്. ബ്രിട്ടീഷുകാർ റാണിയുടെ സഹായത്തോടെ പണിത ഫാക്ടറി ഒരു കോട്ടയാക്കി മാറ്റാനുള്ള അനുമതി റാണി ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിരുന്നു. അന്നുവരെ ആറ്റിങ്ങൽ റാണിയുടെ അനുമതിയോടെ കുരുമുളക് കച്ചവടം നടത്തിയിരുന്നത് ഡച്ചുകാരായിരുന്നു. ഇവരുടെ കുത്തക തകർക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. 1697 ആകുമ്പോഴേക്കും കുരുമുളക് കച്ചവടത്തിൻ്റെ കുത്തക ബ്രിട്ടീഷുകാർ കൈക്കലാക്കി. ജോൺ കിഫിൻ ആയിരുന്നു അഞ്ചുതെങ്ങിലെ കുരുമുളക് കച്ചവടം നിയന്ത്രിച്ചിരുന്നത്. അഴിമതിയെ തുടർന്ന് ജോൺ കിഫിനെ പിരിച്ചുവിടുകയായിരുന്നു. പിന്നീട് അധികാരത്തിൽ വന്നതാണ് ക്യാപ്റ്റൻ ഗിഫോർഡ്. 1697 അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് അത്ര വിജയം കണ്ടില്ല. ഈ ആക്രമണം ചൂണ്ടിക്കാട്ടി ബ്രിട്ടീഷുകാർ കർക്കശമായ കരാറുകൾ ഉമയമ്മ റാണിയുമായി ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. അടുത്തതായി ആറ്റിങ്ങൽ കലാപം. അഞ്ചുതെങ്ങ് കലാപത്തിനോട് ബന്ധപ്പെട്ടിട്ടാണ് ആറ്റിങ്ങൽ കലാപവും ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം നോക്കാം. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. ഏകദേശം 6 മാസത്തോളം നീണ്ടുനിന്ന ഉപരോധമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ആദിത്യവർമ്മയുടെ ഭരണകാലത്താണ് ഈ കലാപം നടക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി കൊടുത്ത ആറ്റിങ്ങൽ റാണിക്ക്, അതായത് ഉമയമ്മ റാണിക്ക്, ബ്രിട്ടീഷുകാർ എല്ലാ വർഷവും പാരിതോഷികം കൊടുത്തിരുന്നു. അക്കാലത്ത് ഭരണം കൈയാളിയിരുന്ന 8 വീട്ടിൽ പിള്ളമാർക്ക് അവർ മുഖേന റാണിക്ക് പാരിതോഷികം കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം, ഇവരുടെ ആവശ്യം. പക്ഷേ ബ്രിട്ടീഷുകാർ ഇതിനെ സമ്മതിക്കാതെ അവർ ഡയറക്റ്റായിട്ട് തന്നെ ഉമയമ്മ റാണിക്ക് പാരിതോഷികം കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് പിള്ളമാർക്ക് വിദ്വേഷം ഉണ്ടാകാൻ ഇടയാക്കി. എന്നിരുന്നാലും ഈ കലാപത്തിൻ്റെ മെയിൻ കാരണം കുരുമുളകിൻ്റെ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് തന്നെയാണ്. പക്ഷേ ഈ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ എന്ത് കാരണമായി? 8 വീട്ടിൽ പിള്ളമാരെ പിണക്കിയത് ആറ്റിങ്ങൽ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണമായി. ഉമയമ്മ റാണിക്കുള്ള പാരിതോഷികവുമായി പോയ ഗിഫോർഡിൻ്റെയും 140ഓളം വരുന്ന ബ്രിട്ടീഷ് സൈനികരടങ്ങിയ കപ്പൽ വെമ്പനാട്ട് കായലിൽ വെച്ച് ആക്രമിക്കപ്പെടുകയും ഇവരെല്ലാം വധിക്കപ്പെടുകയും ചെയ്തു. അഞ്ചുതെങ്ങ് കോട്ട കലാപകാരികൾ കൈയടക്കുകയും ചെയ്തു. ഈ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്ന് വന്ന ബ്രിട്ടീഷ് സൈന്യമാണ്. ഈ ഉപരോധം ഏകദേശം 6 മാസത്തോളം നീണ്ടു. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ 300ാം വാർഷികം ആഘോഷിച്ചത് 2021 ഏപ്രിൽ 15 ഈ അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെയും ആറ്റിങ്ങൽ കലാപത്തിൻ്റെയും ഫലമായി ഉമയമ്മ റാണിക്ക് ബ്രിട്ടീഷുകാരുമായി നിരവധി സന്ധികളിൽ ഏർപ്പെടേണ്ടി വരികയും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരികയും ചെയ്തു. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഫാക്ടറികൾ പണിയാനുള്ള അനുമതി ലഭിച്ചു. കുരുമുളക് വ്യാപാരത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. കലാപത്തിൻ്റെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാരും നെയ്യാറ്റിൻകരയിലെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയും തമ്മിൽ
1723 ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഈ ഉടമ്പടിയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓം ആണ്. ഇത്രയും കാര്യങ്ങളെല്ലാം എല്ലാവരും നോട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം.